വടകരയിൽ പ്രചരിപ്പിച്ചത് അശ്ലീല വീഡിയോ അല്ല, മോർഫ് ചെയ്ത പോസ്റ്റർ. ശൈലജയുടെ വിശദീകരണം വിവാദമാകുന്നു. തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശൈലജ മലക്കം മറിയുന്നു. മോർഫ് ചെയ്ത പോസ്റ്റ് എന്നാണ് പറഞ്ഞതെന്നും വടകരയിൽ ഇടതു സ്ഥാനാർത്ഥി മലക്കം മറിഞ്ഞു. സഹതാപ വോട്ട് കിട്ടാൻ ഇടതു സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിക്കുകയായിരുന്നു അശ്ലീല ചിത്രം എന്നാണ് ആദ്യം ശൈലജ പറഞ്ഞത്. പക്ഷേ CPM നേതാക്കൾ അശ്ലീല വീഡിയോ എന്ന് സൃഷ്ടിച്ചുവെന്ന പ്രചാരണമാണ് നടത്തിയത്. തോൽവി ഉറപ്പായപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടാണ് ഇത്തരം തരംതാണ തറവേലകൾ നടത്തി ഷാഫിയെ മോശമാക്കി ചിത്രീകരിക്കാൻ CPM നേതാക്കൾ പ്ലാൻ ചെയ്തത്. KK ശൈലജയും അതിന് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും UDF പ്രവർത്തകർ ആരോപിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സത്യം വിജയിക്കുമെന്ന് RMP പ്രവർത്തകരും ചൂണ്ടിക്കാട്ടി. പിണറായി ഒളിച്ചു കളിക്കുന്നു, BJPക്ക് ഒപ്പം നിന്ന് രാഹുലിനെയും കോൺഗ്രസിനെയും ആക്രമിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആരോപണം ഉന്നയിച്ചു. പത്തനംതിട്ട തെരഞ്ഞെടുപ്പ് റാലിയിലാണ് സംസാരിച്ചത്. രാഹുൽ ഗാന്ധി അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നു, ജനാധിപത്യത്തിനു വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രം രാഹുലിനെ ലക്ഷ്യം വയ്ക്കുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തവർ ടീമിലുണ്ടെങ്കിൽ മത്സരം ജയിക്കാനാകില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സമാനമായ രീതിയിൽ ഒളിച്ചു കളിക്കുന്ന വ്യക്തിയാണെന്ന് പ്രിയങ്ക പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിനെതിരെയും രാഹുലിനെതിരെയും ആഞ്ഞടിക്കും, ഒരിക്കലും BJPയെ കുറ്റപ്പെടുത്തുകയുമില്ല. ലൈഫ് മിഷൻ മുതൽ സ്വർണ്ണക്കടത്ത് വരെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും മോദി സർക്കാർ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തു കാണാനില്ല. കൊടകര കള്ളപ്പണ കേസ് ഒതുക്കി തീർത്തതും നടപടിയെടുക്കാൻ തയ്യാറാവാത്തതും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളവും കേന്ദ്രവും ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിലും വാളയാറിലും എന്ത് നടന്നുവെന്ന് ജനങ്ങൾ കണ്ടതാണ്. മണിപ്പൂരിൽ ജവാന്റെ ഭാര്യയെ അപമാനിച്ചപ്പോൾ സർക്കാർ അവരോടൊപ്പം നിന്നില്ല. ബൾക്കീസ് ബാനു കേസിലെയും അതിൻ്റെ കുറ്റവാളികളെ മാലയിട്ട് സ്വീകരിക്കുകയാണ് BJP ചെയ്തതെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. പിണറായി വിജയൻ BJPക്കൊപ്പം നിൽക്കുന്നതും ഇന്ത്യ മുന്നണി തള്ളിപ്പറഞ്ഞ് രാഹുലിനെതിരെ മാത്രം വിമർശിക്കുന്നതായും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി. KK ശൈലജ ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം, തോൽക്കുമെന്ന ഭീതിയിൽ എന്ന വടകരയിലെ ജനങ്ങൾ. ബോംബ് സ്ഫോടനവും സിദ്ധാർത്ഥൻ്റെ മരണവുമായി തോൽക്കുമെന്ന ഭീതിയിലാണ് രക്ഷപ്പെടാനുള്ള മാർഗമായി ഷാഫിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് പ്രചാരണം നടത്തുന്നതെന്ന് കച്ചിത്തുരുമ്പിൽ തൂങ്ങി നിൽക്കാനുള്ള CPMൻ്റെ സ്ഥിരം തന്ത്രമാണ് UDF പ്രവർത്തകർ പറയുന്നു. ഷാഫിയെപ്പറ്റി പറഞ്ഞ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് KK ശൈലജയുടെ പ്രസ്താവനയിൽ പുറത്തു വന്നിരിക്കുന്നു. KK ശൈലജ മാപ്പ് പറഞ്ഞ് ആരോപണം പിൻവലിക്കണം. എനിക്ക് ഏറ്റ മാനഹാനിയും അപകീർത്തി പ്രചാരണത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. CPMൻ്റെ എല്ലാ കള്ളത്തരങ്ങളും വടകരക്കാർ അറിഞ്ഞു കഴിഞ്ഞു. KK ശൈലജയെ പിന്തുണയ്ക്കുന്ന ഒരു ഭാഗം പേർ കൂടി ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ പിൻവലിച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നതെന്നും UDF പ്രവർത്തകർ പറഞ്ഞു. മാസപ്പടി കേസ് അറസ്റ്റിന് സാധ്യതകൾ ഏറുന്നു. വീണ വിജയന് സമൻസ് ഉടൻ, വോട്ടെടുപ്പിന് ശേഷം ചോദ്യം ചെയ്യുമെന്നറിയുന്നു. വീണ വിജയനും ഉടൻ സമൻസ് അയക്കാൻ ED. വോട്ടെടുപ്പിന് ശേഷം ചോദ്യം ചെയ്യൽ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം നിർണായകമാകും. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ നീക്കം. കള്ളപ്പണ ഇടപാട് നടന്നെന്ന് ഉറപ്പാക്കിയെന്ന് ED. കർത്തായുടെ അടക്കം നിയമ പോരാട്ടം വെറുതെയാകാൻ പോകുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. വീണ വിജയനെ കൂടി ചോദ്യം ചെയ്തതോടെ ചിത്രം വ്യക്തമാകും. മാസപ്പടി സേവനത്തെപ്പറ്റി CMRL MD അടക്കം ഉള്ളവരുടെ മൊഴി എടുത്തു കഴിഞ്ഞു. നടന്നത് കള്ളപ്പണ ഇടപാട് തന്നെയാണെന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും EDക്ക് ലഭിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘം കൂടുതൽ പിടിമുറുക്കി വരികയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കേന്ദ്രം കേരളത്തിൻ്റെ റിസൾട്ട് വിലയിരുത്തിയ ശേഷമാകും കേസ് മുന്നോട്ട് പോകുന്നത്. UDF ആരോപിക്കുന്നത് പോലെ രഹസ്യധാരണയും അന്തർധാരപ്രകാരം പറഞ്ഞു വച്ച കാര്യങ്ങൾ BJPക്ക് ഗുണമായാൽ കേസുകൾ അപ്രത്യക്ഷമാകുമെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്.
രാഹുൽ ഗാന്ധി നാളെ കേരളത്തിൽ പ്രിയങ്കയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. കൊട്ടാരക്കര മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാളെ രാഹുൽ ഗാന്ധി ഭരണിക്കാവിലെത്തും. ഉച്ചയ്ക്ക് പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തുന്ന രാഹുൽ ചാവക്കാട് നടക്കുന്ന പൊതുയോഗത്തിന് ശേഷം വൈകുന്നേരം 4-ന് തിരുവനന്തപുരത്തെത്തും. അവിടെ നിന്ന് ഭരണിക്കാവ് ബസേലിയസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തുന്ന രാഹുൽ ശാസ്താംകോട്ട ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള സിനിമാ പറമ്പിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. കൊടിക്കുന്നിലിന് വേണ്ടി പ്രചാരണം നടത്തും. പിന്നീട് റോഡ് മാർഗം കൊച്ചിയിലെത്തും. രാത്രി കൊച്ചിയിൽ തങ്ങിയ ശേഷം നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തും. പിണറായി വിജയനെതിരെ രാഹുൽ പ്രതികരിച്ചതിൽ അണികൾ സന്തോഷത്തിലാണെങ്കിലും ഈ സമയത്ത് ആവശ്യമില്ലാത്തതായിരുന്നു എന്നുള്ള ചിലരുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ ജനസമ്മതി അപ്പോൾ കിട്ടുമായിരുന്നു എന്നും ചിലർ പറയുന്നു. പിണറായിയും മോദിയും രാഹുലിനെതിരെയാണ് ആഞ്ഞടിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയും.